അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സുഷുമ്ന എന്ന നാളത്തിൻ്റെ താഴത്തെ അറ്റത്താണ് കുണ്ടലിനി ശക്തി ചുരുങ്ങിക്കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. യോഗിക്ക് മാത്രമേ യോഗശക്തി കൊണ്ട് സുഷുമ്ന തുറക്കുകയുള്ളൂ. സുഷുമ്ന തുറക്കുമ്പോഴാണ് കുണ്ടലിനി ശക്തി ഉണർന്ന് പടിപടിയായി ഷടാധാരങ്ങൾ കടന്ന് ഷഡ്ചക്രങ്ങൾ ഭേദിച്ച് സപ്തഭൂമികയായ സഹസ്രാര പത്മത്തിലെത്തി ശിവശക്തി സംയോഗമുണ്ടാകുന്നത്. അതാണ് നമ്മൾ പറയാറുള്ളത്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാനാകും എന്ന് പറയുന്നത്. ഈ ആദ്യപടി എന്ന് പറയുന്നത് മൂലാധാരമാണ്. ഷടാധാരങ്ങൾ കടന്നാലേ ശിവശക്തി സംയോഗം ഉണ്ടാവുള്ളൂ. അടുത്തത് സ്വാധിഷ്ഠാനമാണ്. ഇത് മൂലാധാരത്തിൽ നിന്നും 2 അങ്കുലം മുകളിലേക്ക് മാറി ലിംഗത്തിൻ്റെ താഴത്തെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നു. 2 പ്രകാശത്തോടു 6 ദലങ്ങളിലുള്ളിലാണ് ഇത്. ഈ പത്മദളങ്ങളിൽ ബ, ഭ, മ, യ, ര, ല എന്നീ 6 അക്ഷരങ്ങളാവുന്നു. അതായത് ബനിനി, ഭദ്രകാളി, മഹാമായ, യശസ്വിനി, രമല, ഭോഷ്ടി എന്നീ ദേവിമാർ വസിക്കുന്നു. ബ്രഹ്മഗ്രന്ഥിയുടെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും ഉന്നതമായ പത്മമാണിത്. മൂലാധാരത്തിൽ ഉണർന്ന ശക്തി മുകളിലോട്ട് കയറി സ്വാധിഷ്ഠാനത്തിലെത്തുന്നു. അവിടുന്നാണ് 3ാമത്തെ ആധാരമായ മണിപൂരകത്തിലേക്ക് കടക്കുന്നത്. അപ്പം അടുത്തതിൽ ഞാൻ മണിപൂരകവും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ളത് പറയുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും.